ഇതിനെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചെന്നാമറ്റം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കൂട്ടനടത്തം ആദരണീയനായ പുതുപ്പള്ളിയുടെ MLA അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ അവർ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. ഈ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ദേശസ്നേഹികളും അണിനിരക്കുന്ന കൂട്ടനടത്തം പാമ്പാടിയിൽ നിന്നും ആരംഭിക്കുകയാണ്. ഈ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും എല്ലാം ഉപയോഗം അത് തിരിച്ചറിയാനുള്ള സമയം വൈകിപ്പോയി. ഇത് നമ്മൾ വൈകിയാണ് നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടത്തിൽ അണിനിരക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചലിക്കുന്ന ചക്രവാളങ്ങളും ജ്വലിക്കുന്ന ചിന്തകളും പതറാത്ത പാദങ്ങളും എന്തിയതാ നമ്മുടെ പ്രിയപ്പെട്ട ദേശസ്നേഹികൾ ജനപ്രതിനിധികൾ അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മനോടൊപ്പം എല്ലാവരും ഇതാ കടന്നു വരികയാണ്. ചെന്നാമറ്റം ഗ്രാമീണ വായനശാലയുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇതാ നമ്മുടെ നാടിനെ സംരക്ഷിക്കപ്പെടുവാൻ, ഇതാ നമ്മുടെ നാടിനെ പുതിയ സംസ്കാരത്തിലേക്ക് നയിക്കുവാൻ ചാണ്ടിയുമ്മനോടൊപ്പം ഇതാ ചെന്നാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, ബാലന്മാർ, ബാലികമാർ, യുവാക്കൾ, യുവതികൾ, വിദ്യാർത്ഥികൾ, മുതിർന്നവർ എല്ലാവരും സ്നേഹപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന, നമ്മുടെ നാടിനെ തകർത്തെറിയുന്ന, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകർത്തെറിയുന്ന ലഹരിക്കെതിരായിട്ടുള്ള ഈ സന്ധിയില്ലാ സമരത്തിൽ പങ്കുചേരുവാൻ മുഴുവൻ ബഹുജനങ്ങളോടും ദേശസ്നേഹികളോടും ഞങ്ങൾ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ, ദേശസ്നേഹികൾ, ബഹുജനങ്ങൾ ലിപികളിൽ പുതിയ ലേഖനം എഴുതിച്ചേർത്തുകൊണ്ടുള്ള ഒരു ചരിത്രം ആവർത്തിക്കുകയാണ്. ചെന്നാമറ്റം ഗ്രാമീണ വായനശാലയിൽ അണിനിരക്കുന്ന കൂട്ടനടത്തം ചെന്നാമറ്റം ഗ്രാമീണ വായനശാല അങ്കണത്തിൽ എത്തിച്ചേരുകയാണ്. തങ്ങൾ ദേശസ്നേഹികൾ ഏവരും അണിനിരക്കുന്ന കൂട്ടനടത്തം എത്തിച്ചേരുകയാണ്. സമൂഹത്തെ കാർന്നു അതും കൂടെ നടന്ന് തിരിച്ചു വരണം. അപ്പഴേ പൂർത്തിയാവത്തുള്ളൂ. അതിനകത്ത് ആംബുലൻസിൽ കയറാൻ സാഹചര്യം ഉണ്ടായിരുന്ന ചിലർ വണ്ടി കയറി വന്നിട്ടുണ്ട്. അവര് നടക്കാതെ വണ്ടി കയറി വന്നിട്ടുള്ളത് കൊണ്ട് ആംബുലൻസിന്റെ ആവശ്യം വന്നില്ല. എല്ലാവിധമായ ആശംസകളും ചെന്നാറ്റുപറ്റം ലൈബ്രറിക്ക് നേരുകയാണ്. മികച്ച ഒരു പരിപാടി ഇന്ന് സംഘടിപ്പിച്ചു. വലിയൊരു സന്ദേശം പാമ്പാടി പൂർവ്വ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് നൽകിയുണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾ ഇന്ന് ഏറ്റവും കൂടുതൽ അപകടം നേരിടുന്ന ഒരു സാഹചര്യമാണ്. അതിനെതിരെ ഈ പോരാട്ടത്തിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.